കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഈ ഓവുലേഷന് തന്നെ കൃത്യം ഓവുലേഷൻ ഡേറ്റിൽ ഈ 4 കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും. ഇത് ബാക്കിയുള്ള ഒരു ദിവസവും നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ കൂടി തന്നെയും കൃത്യം ഓവുലേഷൻ ഡേറ്റ് നിങ്ങൾക്ക് എന്നാണോ വരുന്നത് ആ ഒരു 24 hours എങ്കിലും നിങ്ങൾ ഈ ഒരു ടിപ്പ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓവുലേഷൻ നടക്കുന്ന സമയം എന്ന് പറയുന്നത് അണ്ടം പുറത്തേക്ക് വരുന്നൊരു സമയമാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്ത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്താലും സ്ത്രീയെ പ്രഗ്നൻ്റ് ആക്കാനായിട്ടുള്ള ഒരു കഴിവ് പുരുഷനുണ്ട്. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രഗ്നൻ്റ് ആകണമെങ്കിൽ അവരുടെ അണ്ടാശയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നിന്ന് അണ്ടം പുറത്തേക്ക് വരണം. ഓവുലേഷൻ നമുക്ക് നടക്കുന്നത് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് വെച്ചിട്ടാണ്. ഓരോ സ്ത്രീക്കും മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത്തിൽ വ്യത്യാസം വരുന്നതിനനുസരിച്ചിട്ട് അവരുടെ ഓവുലേഷൻ നടക്കുന്ന ദിവസത്തിലും വ്യത്യാസം അനുഭവപ്പെടാം. ഓവുലേഷൻ നടക്കുന്ന ദിവസം വ്യത്യാസമുണ്ടെങ്കിലും ഏകദേശം ഓവുലേഷൻ കഴിഞ്ഞിട്ട് കൃത്യം ആ സമയത്ത് തന്നെ ബീജം സ്ത്രീ ശരീരത്തിലുണ്ടെങ്കിൽ മാക്സിമം ഒരു മണിക്കൂർ മതി നമുക്കവിടെ ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ട്. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ബീജസങ്കലനമാണ്. അണ്ടവും ബീജവും തമ്മിൽ ചേരുന്ന ഒരു സിറ്റുവേഷൻ. ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് അവിടെ കൃത്യമായിട്ട് നടക്കണം. കാരണം നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഇജാക്കുലേഷൻ സംഭവിച്ച് സെമൻ പ്രവേശിക്കണം. ആ സെമനെ മുമ്പോട്ടേക്ക് പോകാനായിട്ടുള്ള നല്ലൊരു എൻവയോൺമെന്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകണം. അതുപോലെ നമ്മുടെ ഫലോപ്പിയൻ ട്യൂബ് നല്ലതുപോലെ വർക്ക് ചെയ്യണം. കാരണം ഫലോപ്പിയൻ ട്യൂബിൽ സ്കാറോ അല്ലെങ്കിൽ ബ്ലോക്കേജോ ഒക്കെ ഉണ്ടെങ്കിൽ അണ്ടത്തിനും ബീജത്തിനും തമ്മിൽ ജോയിൻ ആകാനായിട്ട് പറ്റില്ല. കാരണം ബീജസങ്കലനം നടക്കുന്നത് ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ്. ഇതെല്ലാം പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിന് കുറച്ച് സപ്പോർട്ട് കൊടുക്കണം. ഇതെല്ലാം നമ്മൾ നോർമലായിട്ട് ചെയ്യുകയാണെങ്കിൽ 24 hours ആ ഒരു ടൈം പീരീഡിൽ തന്നെ നമുക്ക് പ്രഗ്നന്റ് ആകാനായിട്ട്, കാരണം ബീജസങ്കലനം അവിടെ നടക്കാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം. ഏറ്റവും ആദ്യം നിങ്ങൾ ഓവുലേഷൻ നടക്കുന്ന എക്സാക്ട് ദിവസം ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നോർമലി നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുടിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എക്സാക്ട് ഓവുലേഷൻ ഡേറ്റിലെങ്കിലും നിങ്ങളൊരു 3 ലിറ്റർ വെള്ളം കുറഞ്ഞത് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 3 ലിറ്റർ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് ഫ്രീക്വന്റ് യൂറിനേഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഓഫീസിലൊക്കെ പോകുന്നവർക്ക് അത് ബുദ്ധിമുട്ടാണ്. ഫ്രീക്വന്റ് ആയിട്ട് യൂറിനേറ്റ് ചെയ്യാനായിട്ട് പോകാനായിട്ട് അവർക്ക് പറ്റില്ല. അങ്ങനെയുള്ളവർ 1 ലിറ്ററെങ്കിലും വെള്ളം ഒരു ദിവസം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ വീട്ടിൽ ജോലി ചെയ്തിട്ടിരിക്കുന്നവരാണെങ്കിൽ 3 ലിറ്റർ വെള്ളം നിങ്ങൾ ഒരു ദിവസം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. വെള്ളം ശരീരത്തിൽ കൂടുന്നതിനനുസരിച്ചിട്ട് ശരീരത്തിൽ ഒരുപാട് ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് അതിന് സാധിക്കും. ശരീരത്തിൽ നിന്ന് ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ വെള്ളം എത്തുന്നത് സഹായിക്കും. അതുപോലെ നല്ലൊരു എൻവയോൺമെന്റ് അവിടെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ വർദ്ധിക്കാനായിട്ട് ഈ ധാരാളം വെള്ളം കുടിക്കുന്നത് സഹായിക്കും. പുരുഷൻ വെള്ളം കുടിക്കുന്നതിനനുസരിച്ചിട്ട് ക്വാളിറ്റി ഉള്ളൊരു സെമൻ ശരീരത്തിൽ പ്രൊഡ്യൂസ് ആകുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. സെമൻ ഇങ്ങനെ പ്രൊഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും സ്റ്റോർ ചെയ്ത് നമ്മുടെ എഗ്ഗ് നിൽക്കുന്നത് പോലെ അല്ല ഇത് നിൽക്കുന്നത്. ഇത് ഓരോ തവണ ഇങ്ങനെ പ്രൊഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഓക്സിജൻ കണ്ടന്റ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തും. അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ ഭയങ്കരമായിട്ട് ഇംപ്രൂവ് ആകും. ടോക്സിൻസ് റിമൂവ് ആകും. അങ്ങനെയൊക്കെ അനുസരിച്ചിട്ട് എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കും. അപ്പോൾ എക്സാക്ട് ഓവുലേഷൻ ഡേറ്റിൽ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, കൂടുതൽ പാക്കറ്റിൽ അടങ്ങിയിട്ടുള്ള ഫുഡ് ആ സമയത്തെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്നൊക്കെ പറയുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ആളുകൾ ചിന്തിക്കുന്ന ഐറ്റംസ് ബർഗർ, പിസ്സ അല്ലെങ്കിൽ മറ്റ് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതൊക്കെയാണ് ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ കുഴിമന്തി കഴിക്കുന്നത്, ബിരിയാണി കഴിക്കുന്നത്, നെയ്ച്ചോറ്, അൽഫാം, ഷവർമ അതൊക്കെയാണ് ചിന്തിക്കുന്നത്. അതൊന്നുമല്ല, അത് നമ്മൾ എണ്ണ പലഹാരങ്ങൾ മേടിച്ച് കഴിക്കും. നമ്മൾ വീട്ടിൽ എണ്ണ പലഹാരം ഉണ്ടാക്കുന്നത് നല്ല എണ്ണയിലായിരിക്കും കുക്ക് ചെയ്ത് നമ്മൾ എടുക്കുന്നത്. പക്ഷെ നമ്മൾ ഒരു പുറത്തുനിന്ന് മേടിക്കുമ്പോഴേക്കും ആ എണ്ണ എത്രത്തോളം നല്ലതാണെന്ന് നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ എണ്ണയിൽ വറുത്ത് പൊരിച്ചെടുക്കുന്ന സ്നാക്സ് ഉണ്ടാകും. ഇത് കഴിക്കുന്ന ശീലവും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. കാരണം കൂടുതലായിട്ടും ആ ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിന് ന്യൂട്രിയൻസ് ഉണ്ടാകുന്നതിന്റെ ആ ഒരു അവസ്ഥ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു കാരണമാവുന്നു. ന്യൂട്രിയൻസിന്റെ റിക്വയർമെന്റ്സ് കുറയുന്നതിനനുസരിച്ചിട്ട് ഇപ്പൊ നമ്മളിപ്പോൾ ഫാസ്റ്റിങ്ങിലൊക്കെ നിന്നിട്ട് ആദ്യം തന്നെ എണ്ണ പലഹാരം കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് വേണ്ടുന്ന ഗുണങ്ങൾ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിന് മറ്റുള്ള അവയവങ്ങളിലോട്ട് എത്തിച്ചു കൊടുക്കാനായിട്ടും ശരീരത്തിന് സാധിക്കുന്നില്ല. അങ്ങനെ വരുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം ഓവുലേഷൻ നടക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അത്രത്തോളം നിങ്ങൾക്ക് ബെനിഫിറ്റ് തരുന്ന ഭക്ഷണങ്ങൾ മാത്രമായിരിക്കണം. പാക്കറ്റ് ഫുഡ്, അത് എന്ത് സ്നാക്സ് ആണെങ്കിലും എന്ത് ഓയിൽ ഫ്രൈ ചെയ്ത് അടക്കിയിട്ടുള്ള ഫുഡ് ആണെങ്കിലും നിങ്ങൾ ഓവുലേഷൻ ദിവസങ്ങളിൽ അതിന് കംപ്ലീറ്റ് ആയിട്ട് നോ പറയാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ.
അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ധാരാളം വെജിറ്റബിൾസ് എക്സാക്ട് ഓവുലേഷൻ ഡേറ്റിൽ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ ദിവസം നിങ്ങൾ ഫുള്ളായിട്ട് ഹെൽത്തി ആയിട്ട് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം അണ്ടവും ബീജവും തമ്മിൽ ജോയിൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രവർത്തനം അവിടെ നടന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ മുൻപോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അത് ജോയിൻ ആവണമെങ്കിൽ ജോയിൻ ആകാൻ പാകത്തിലുള്ള ഒരു കപ്പാസിറ്റി വേണം, നല്ലൊരു എൻവയോൺമെന്റ് വേണം. കഴിഞ്ഞ ദിവസം ഞാൻ നമുക്ക് 1 മന്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ് പ്ലാനിനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് നമ്മുടെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിനെ പറ്റിയിട്ടും മറ്റുള്ള ഗ്രീൻ വെജിറ്റബിൾസിനൊക്കെ പറ്റിയിട്ടാണ് കേട്ടോ. അതിലൊരുപാട് കാൽസ്യം ഉണ്ട്, ആന്റി ഓക്സിഡൻസ് ഉണ്ട്, അയേൺ ഉണ്ട്, ഫോളേറ്റ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. ഈ ആന്റി ഓക്സിഡൻസ് ആണ് നമുക്ക് സെൽ ഡാമേജ് വരുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. സെൽ ഡാമേജ് ഉണ്ടാവുകയാണെങ്കിൽ ഇൻ കേസ് നിങ്ങൾക്ക് ബീജസങ്കലനം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഫെർട്ടിലൈസ്ഡ് ആയിട്ട് വരുന്ന ആ ഒരു എംബ്രിയോയ്ക്ക് ക്വാളിറ്റി ഉണ്ടാവില്ല. അതിന്റെ സെൽ ഡാമേജ് ഉണ്ടെങ്കിൽ അതിന് സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് പോകാൻ പറ്റില്ല, ഹാർട്ട് ബീറ്റ് നിന്ന് പോകും, അല്ലെങ്കിൽ മറ്റുള്ള ഗ്രോത്ത് പുറകോട്ടായി പോകും. ഇങ്ങനെ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ദിവസം നിങ്ങൾ കൃത്യമായിട്ടും ഹെൽത്തി ആയിട്ട് ക്രമീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. രാവിലെ എന്തെങ്കിലും പയറുവർഗ്ഗങ്ങൾ കൂട്ടി നിങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉച്ചയ്ക്ക് നല്ലതുപോലെ വെജിറ്റബിൾസ് അടങ്ങിയിട്ടുള്ള ഫുഡ് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചോറിന്റെ അളവ് കുറച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ള കറിയുടെ അളവ് നിങ്ങൾ കൂട്ടാനായിട്ട് ശ്രദ്ധിക്കുക. വൈകുന്നേരമാണെങ്കിലും നിങ്ങൾ പ്രോപ്പറായിട്ട് നട്ട്സോ അതല്ലെങ്കിൽ മറ്റുള്ള എഗ്ഗ് ബോയിൽ ചെയ്തത് കഴിക്കുന്നതോ പാല് കുടിക്കുന്നതോ ഒക്കെ നല്ലതാണ്. അതുപോലെ രാത്രിയാണെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പുറത്തുനിന്ന് ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഓവുലേഷൻ ഡേറ്റിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക കേട്ടോ. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നോമ്പ് പിടിക്കുന്ന ആളുകളാണെങ്കിലും നോമ്പ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയം ഉണ്ടാവില്ല, നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയം. ആ കഴിക്കുന്ന സമയത്തും എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏറ്റവും ആദ്യം കഴിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വിശക്കുമ്പോൾ അല്ലെങ്കിൽ ആഗ്രഹം കൊണ്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ഒരു സെക്കൻഡറി എന്നുള്ളൊരു ഓപ്ഷനായിട്ട് മാത്രം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക. ഏറ്റവും ആദ്യം ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യേണ്ടത് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഒരു 24 hours തന്നെ നമുക്ക് പ്രഗ്നൻസി പോസിബിൾ ആവണമെങ്കിൽ ആ സമയത്ത് കൃത്യമായിട്ട് നമ്മളുടെ ശരീരത്തിൽ പുരുഷന്റെ ബീജം ഉണ്ടായിരിക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം ഓവുലേഷൻ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. എക്സാക്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഏറെക്കുറെ ഓവുലേഷൻ എടുക്കുന്ന ദിവസം വരെ നമ്മൾ എത്തുന്നുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു പുരുഷന്റെ സെമൻ സ്ത്രീ ശരീരത്തിൽ 5 ദിവസം വരെ കുറഞ്ഞത് നിൽക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം ആ ഒരു അറ്റപ്പറ്റിയ ഒരു ദിവസം നമുക്ക് കോണ്ടാക്ട് വരുന്നുണ്ടെങ്കിൽ ആ സമയത്തും പ്രഗ്നന്റ് ആകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 24 hours നിങ്ങൾക്ക് അവിടെ ആ ഒരു ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം ട്രാക്ക് ചെയ്യേണ്ടത് ഓവുലേഷൻ ഡേറ്റ് ആണ്. പീരിയഡ്സ് കഴിയുമ്പോൾ മുതൽ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങുക. എപ്പോഴാണ് ബ്ലീഡിങ് നിൽക്കുന്നത് ആ ദിവസം വരെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലോ 2 ദിവസം കൂടുമ്പോഴോ നിങ്ങൾ പീരിയഡ്സിന്റെ ആ ഒരു ലാസ്റ്റ് സ്റ്റേജ് മുതൽ തന്നെ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങുക. എന്നിട്ട് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കഴിഞ്ഞ മാസം കോണ്ടാക്ട് വന്ന ദിവസം പീരിയഡ്സ് വന്ന ദിവസം ഉണ്ടാവുമല്ലോ, ആ ദിവസത്തിന് ഒരു 10 ദിവസം മുൻപ് വരെ മാത്രം നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി. അതായത് നിങ്ങൾക്ക് കഴിഞ്ഞ മാസം പീരിയഡ്സ് ആയത് ഫെബ്രുവരി 10 ആണെങ്കിൽ ഈ മാർച്ച് 10 നിങ്ങൾ പീരിയഡ്സ് വരുന്നു എന്ന് എക്സ്പെക്ട് ചെയ്യുക. അതിനുശേഷം മാർച്ച് 10 പീരിയഡ്സ് വരുമ്പോഴേക്കും ഏകദേശം മാർച്ച് 1 വരെ മാത്രം നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി. ബാക്കി അങ്ങോട്ടേക്കുള്ള ദിവസം നമുക്ക് ഇംപ്ലാന്റേഷൻ ടൈം ആയിട്ട് കൊടുക്കാം, ശരീരത്തിനൊരു സപ്പോർട്ട് കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് പ്രഗ്നൻസി എളുപ്പത്തിൽ കിട്ടാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ബോഡിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് വരുന്നതെന്ന് നിങ്ങൾ മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. പീരിയഡ്സ് റെഗുലർ ആണെന്ന് വിചാരിച്ചിട്ട് ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കാനായിട്ട് പാടില്ല. കാരണം പല ആളുകൾക്കും PCOD ഉണ്ട്. നമ്മൾ ചിലപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് കുറെ അങ്ങോട്ട് നീണ്ടു പോയിട്ടായിരിക്കും. പീരിയഡ്സ് ചിലപ്പോൾ വരുന്നുണ്ടാകും, പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് ഓവുലേഷൻ നടക്കുന്നുവെന്ന് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കരുത് കേട്ടോ. ഓവുലേഷൻ നടക്കുമ്പോൾ നമുക്ക് ശരീരത്തിൽ ഒരുപാട് ലക്ഷണങ്ങൾ കാണാനായിട്ട് സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഓവുലേഷൻ ഡിസ്ചാർജ്. പച്ചമുട്ടയുടെ വെള്ള പോലെയുള്ള ഡിസ്ചാർജ് നിങ്ങൾക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ ബ്രസ്റ്റിൽ ചേഞ്ചസ് ഉണ്ടോ, ലോവർ അബ്ഡോമനിൽ പെയിൻ ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സെക്സ് ഡ്രൈവ് നിങ്ങൾക്ക് കൂടുന്നുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മോണിറ്റർ ചെയ്യുക. ഇതൊന്നും വ്യത്യാസം നിങ്ങൾക്ക് വരുന്നില്ലെങ്കിലും നിങ്ങൾ ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് യൂസ് ചെയ്ത് നോക്കുക. ഓവുലേഷൻ ടെസ്റ്റ് കിറ്റിലും പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് ഡോക്ടറെ കണ്ട് ഫോളിക്കുലാർ സ്റ്റഡി നടത്തണം. കാരണം കണ്ടം വളർന്നാൽ മാത്രമേ നമുക്കിവിടെ പ്രഗ്നൻസി കിട്ടുകയുള്ളൂ. പീരിയഡ്സ് മാത്രം വരുന്നുണ്ടെന്ന് അനുമാനിച്ച് നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല കേട്ടോ. ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഫെർട്ടിലിറ്റി എക്സസൈസുകൾ. ഫെർട്ടിലിറ്റി എക്സസൈസുകൾ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള എക്സസൈസുകൾ ഫോർ എക്സാമ്പിൾ ബട്ടർഫ്ലൈ എക്സസൈസ്, ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ്, മാലാസന, ബ്രിഡ്ജ് പോസ്, ഇങ്ങനെയുള്ള എക്സസൈസുകൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ 24 hours തന്നെ നിങ്ങൾക്ക് ഫെർട്ടിലൈസേഷൻ നടക്കും. പിന്നീട് അങ്ങോട്ടേക്ക് തുടർന്നും നിങ്ങൾ ടിപ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇംപ്ലാന്റേഷനും നടക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് കാര്യങ്ങൾ. നിങ്ങൾക്ക് ഈസിലി ഫോളോ ചെയ്യാൻ
കഴിയുന്നവയാണ്. കാരണം ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ നമ്മൾ ഷെയർ ചെയ്തത്. അതുപോലെ നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളല്ല ഷെയർ ചെയ്തത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെ ഫോളോ ചെയ്തിട്ട് ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ പ്രഗ്നന്റ് ആയിട്ടുണ്ട് കേട്ടോ. ഏറ്റവും വലിയൊരു ഹാപ്പി ന്യൂസ് ആണത്. ഒരുപാട് പേര് പ്രഗ്നന്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണണമെന്നുണ്ടെങ്കിൽ പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടും അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ വന്നിട്ട് അത് പ്രസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോരുത്തർ ഷെയർ ചെയ്ത് സ്റ്റോറീസ് കാണാനായിട്ട് സാധിക്കും. എത്രയാണോ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പ്രഗ്നന്റ് ആവാനായിട്ട് സാധിക്കും. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലാണോ ബ്ലീഡിംഗ് വരുന്നത് അതിനെയാണ് ഉദ്ദേശിച്ചത്. അതായത് ജനുവരിയിൽ നിങ്ങൾക്ക് ഒരു 1-ാം തീയതിയാണ് ബ്ലീഡിംഗ് വരുന്നത്. അതിന് താഴെ നിങ്ങൾക്ക് 2-ാം തീയതിയാണ് ബ്ലീഡിംഗ് വരുന്നതെങ്കിൽ അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഫെബ്രുവരി 2 വരെ എത്രയാണോ നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസം നിങ്ങൾ എടുത്താൽ മതിയാകും കൂടുമ്പോഴാണ് ബ്ലീഡിംഗ് വരുന്നത്. അതാണ് ചെറുതായിട്ടുള്ള ബ്രൗൺ ഡിസ്ചാർജോ കഴിഞ്ഞ മാസം നിങ്ങൾക്ക് 1-ാം തീയതിയാണ് ബ്ലീഡിംഗ് വരുന്നത്. ഈ മാസം 2-ാം തീയതിയാണ് ബ്ലീഡിംഗ് വരുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് ചോദിക്കുന്ന 2-ാം തീയതി വരെ ഡേറ്റ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക. അതായത് ചില ആളുകൾ ജനുവരി 16 ഫെബ്രുവരി തുടങ്ങിയ ദിവസമാണ് നിങ്ങൾ തുടങ്ങിയ ദിവസം ചെറുതായിട്ട് കറയൊക്കെ പോയി തുടങ്ങിയ ദിവസം നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.